ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം തന്നിരിക്കുന്നതായ നല്ല അവസരത്തിന് കൃപയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് സുപരിചിതമായ ഒരു ദൈവ വചനഭാഗമാണ് ധ്യാനിക്കുന്നത്. കനാൻ ദേശത്ത് മോശ പ്രവേശിക്കുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമല്ല കനാനിലേക്ക് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്നത്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുമാറാകട്ടെ. നമുക്ക് കാതോർത്തിരിക്കാം, കർത്താവിനോട് ചോദിക്കാൻ, കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ യൂട്യൂബിലൂടെ ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ എമ്പാടും ആവശ്യക്കാർക്ക് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തിരിക്കയാൽ സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തരവുള്ള ഏത് വഴിനേക്കാളും മൂർച്ചയേറിയതുമാണ്. ആ വചനത്തിൽ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ ദൈവമേ കൃപ തരണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. യേശു നാമത്തിൻ്റെ പിതാവേ, ആമേൻ. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ഇസ്രായേലിൻ്റെ നാടാണ് കനാൻ ദേശമെന്നൊക്കെയും പറയുന്നത് എന്ന്. എങ്ങനെയാണ് അവരവിടെ എത്തപ്പെട്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് മാത്രമേ ഉള്ളൂ, പറയാറുള്ളൂ. എന്നാൽ അബ്രഹാം താമസിച്ചിരുന്നതായ മെസോപ്പൊത്താമിയയിൽ നിന്ന്, അതായത് ഇന്നത്തെ ഇറാഖിൽ നിന്ന്, അഥവാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഡെൽറ്റ പ്രദേശത്ത് നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. ഊരെന്ന് പറയുന്ന പട്ടണം അതാണ്. വിശ്വസിക്കപ്പെടുന്നത് അവിടെ തന്നെയാണ് ഏദേൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മളതിൻ്റെ ഡയഗ്രം നോക്കുമ്പോൾ, മാപ്പ് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെയാണ് ഏദേൻ തോട്ടം, ഏദേനിൽ ഒരു തോട്ടം ദൈവം ഉണ്ടാക്കി. ആ പ്രദേശത്താണ് ഏദേൻ എന്ന് പറയുന്നത്. അത് ദൈവകൽപ്പന ആദാമുമായി ലംഘിച്ചതോടുകൂടെ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും അത് അപ്രത്യക്ഷമാകുകയും ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അബ്രഹാം അവിടെ നിന്ന് കനാൻ ദേശത്തേക്ക് ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവരെ കനാനിലേക്ക് കൊണ്ടുപോകുവാൻ അബ്രഹാം കനാൻ ദേശത്തേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. അവിടെ പല വർഷങ്ങൾ താമസിച്ചതിന് ശേഷം ആ ക്ഷാമവും മറ്റുമൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അവർ തിരിച്ച് പിന്നെയും ഇസ്രായേലിലേക്ക് വരും, അതായത് ഈജിപ്തിലേക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ഹാഗർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ ദാസിയായി ലഭിക്കുന്നത്. അതിൽ ജനിച്ചതായ കുഞ്ഞാണ് ഇസ്മായേൽ എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ ഇസ്മായേലിനെ പ്രസവിച്ച ശേഷം പിന്നെയും അബ്രഹാം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തു. അവിടെ പിന്നെ പോയത് യാക്കോബും കുടുംബവുമാണ്. അവർ യോസേഫിനെ
മിസ്രൈമിലേക്ക് വിറ്റത് മുതലാണ് അടുത്ത ചരിത്രം തുടങ്ങുന്നത്. അവിടെ ഒരുവനായിട്ട്, അതായത് യോസഫ് മാത്രമായിട്ട് കനാൻ ദേശത്തേക്ക് വിൽക്കപ്പെട്ടു. പോത്തിഫോറിൻ്റെ വീട്ടിൽ ഫറവോൻ്റെ ദാസനായിരുന്ന പോത്തിഫോറിൻ്റെ ഭവനത്തിലേക്ക് അദ്ദേഹത്തെ വിൽക്കപ്പെടുവാനിടയായിത്തീർന്നു. അവിടെ വെച്ച് നടന്നതായ സംഭവ വികാസങ്ങൾ മറ്റൊരു ചരിത്രമാണ്. അപ്പോൾ പോത്തിഫോറിൻ്റെ ഭാര്യയ്ക്ക് യോസേഫിൽ സ്നേഹം ജനിക്കുകയും അവനെങ്ങനെയും വശത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ യോസേഫ് ഭക്തനും നീതിമാനും ആയിരുന്നതുകൊണ്ടും അവൻ വാഗ്ദത്തം പ്രാപിച്ചവനായിരുന്നതുകൊണ്ടും ദർശനങ്ങൾ പ്രാപിച്ചവനായിരുന്നതുകൊണ്ടും അവളുടേതായ ചതിയിൽ പെടുവാനായിട്ട് ഇടയായില്ല. അങ്ങനെ വീണ്ടും മിസ്രൈമിലേക്ക് യാത്ര തിരിച്ചു. പിന്നെ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഇസ്രായേൽ മക്കൾ പിന്നെയും മിസ്രൈമിലേക്ക് പോകുന്നത്. അന്ന് പോയവർ യാക്കോബിനോടുകൂടെ ഏകദേശം 70 പേര്, എനിക്ക് തോന്നുന്നു പുരുഷന്മാർ മാത്രമായിരിക്കും ആ കണക്കിൽപ്പെടുന്നത്. 70 പേര് ആണും പെണ്ണും കൂടെ ചേർത്താൽ 100-200 പേരോളം കാണുമായിരിക്കാം. അവരത്രയും പേര് മിസ്രൈമിലേക്ക് യാത്ര തിരിച്ചു. പിന്നെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഏകദേശം 430 വർഷം അവരവിടെ അടിമകളായി പാർക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവം മോശയെ വിളിച്ച് വേർതിരിച്ചു. പിന്നീട് പറയുന്ന ചരിത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായ കാര്യം. സംഭവപൂർണമായ വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഇസ്രായേൽ മക്കളുടെ കഷ്ടത യഹോവ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയും മോശയെ ദൈവം വിളിച്ച് വേർതിരിക്കുകയും ചെയ്തു. പിന്നെ അവരവിടെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ മാത്രമായി തീർന്നു. ഈ 6 ലക്ഷം എന്ന് പറയുന്ന കണക്ക് അന്ന് കനാൻ ദേശത്ത്, ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ കണക്കുകൾ, അതും ആണുങ്ങളുടെ മാത്രം കണക്കുകളെ പറയുന്നുള്ളൂ. അത് പെണ്ണുങ്ങൾ എത്രയുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ അവിടെ മിസ്രൈമിൽ പെറ്റുപെരുകിയപ്പോൾ ഏകദേശം 6 ലക്ഷം പേരെന്ന് ബൈബിളിൽ പറയുന്നു. പക്ഷെ പല അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ പെരുകുവാനിടയായിത്തീർന്നു. ഈ ഇസ്രായേൽ ദേശത്ത് പാർത്തതായ അവരെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ പോയതുകൊണ്ട് ആണുങ്ങൾക്ക് ക്ഷതമുണ്ടാകുകയും അവർ ജനസംഖ്യയിൽ കുറയുകയും ചെയ്തു. എന്നാലും 6 ലക്ഷം പേര് അവിടെ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അപ്പോൾ 6 ലക്ഷം പേര് പുരുഷന്മാരാണെങ്കിൽ 10 ലക്ഷം പേര് സ്ത്രീകൾ, 10 ലക്ഷം പേര് പുരുഷന്മാർ. ഇങ്ങനെ ഒരു വലിയ സമൂഹം, 25 ലക്ഷത്തോളം ആളുകൾ ഈ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാനുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ബാൽസോബർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഫറവോൻ അവരെ പിന്തുടരുവാനിടയായിത്തീർന്നത്. അപ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് കനാൻ ദേശത്തേക്ക് പോകുവാനായിട്ട് മാർഗമില്ല. പിന്നെ അവിടുന്ന് ചുറ്റി നമ്മളിന്ന് കാണുന്നതായ, ഇന്ന് അത് സൂയസ് കനാല്
സ്ഥിതി ചെയ്തതായ ആ ഭാഗത്ത് ചെന്നിട്ട് വേണം വീണ്ടും കനാൻ ദേശത്തേക്ക് പോകാൻ. അപ്പോൾ അവിടെ നിന്നൊരു കുറുക്ക് വഴിയാണ് ഈ പിന്നെ പെട്ടെന്ന് പോകണമെങ്കിൽ ചെങ്കടൽ കടന്നു വേണം പോകാൻ. അങ്ങനെയാണ് അവരവിടെ വന്ന് അവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ വീതിയുള്ള ചെങ്കടലിനെ കടന്ന് പോകേണ്ടതായിട്ടിരുന്നത്. അങ്ങനെ അവരവിടുന്ന് യാത്ര തിരിക്കുവാനിടയായിത്തീർന്നു. ബാൽസഹ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് വഴിയില്ലാതിരുന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലേക്ക് വടി നീട്ടുക, പുതിയ പാത ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് ഈ പാതയ്ക്ക് എത്ര കിലോമീറ്റർ വീതി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണക്ക് നോക്കുക. ഒരു 20 ലക്ഷം പേര് അവിടെ നിന്ന് യാത്ര പോയി ചെങ്കടലിൻ്റെ സമീപം നിൽക്കുകയാണ്. അവിടെ നിന്ന് 22 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. ഒരു രാത്രി കൊണ്ട് 12 മണിക്കൂർ കൊണ്ട് അപ്പുറത്ത് എത്തുകയും വേണം. ഈ യാത്രയ്ക്ക് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, മുടന്തര്, വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് യാത്രയ്ക്കുണ്ടായത്. പിന്നെ ആടുമാടുകൾ, വണ്ടികൾ ഒക്കെ കൂടെ ഇങ്ങനെ അല്ല, ഈ ആടുമാടുകളൊക്കെ നടത്തി കൊണ്ടുപോകണമെങ്കിൽ എത്ര വീതിയുള്ള റോഡ് വേണം എന്നുള്ളതിനെക്കുറിച്ച് ചില ഗവേഷകർ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 5 കിലോമീറ്റർ വീതിയെങ്കിലും ആ റോഡിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവം ഒരു കാറ്റടിച്ച് അവിടെ ഒരു വഴി തുറക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഒരു 10, 50, 100 മീറ്റർ വീതിയുള്ള ഒരു വഴിയല്ല. അത് 5 കിലോമീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ 12 മണിക്കൂർ കൊണ്ട് അക്കരെ ചെന്നെത്തുവാനായിട്ട് കഴിയുള്ളൂ. ഇപ്പം ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നടക്കുമ്പോൾ അതൊരു നിസ്സാരമായിട്ട് കാണുവാനായിട്ട് കഴിയില്ല. ദൈവം ചെയ്താൽ ചെയ്തത് തന്നെ ദൈവത്തിന് ചെയ്യാനറിയാം. ഇന്നും ഇസ്രായേലിന് വേണ്ടി ദൈവം വലിയവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗസ എന്ന് പറയുന്ന സ്ഥലത്തെ അത് മുമ്പ് അബ്രഹാമും 400 വെള്ളിക്കാശിന് വാങ്ങിയതായ സ്ഥലമാണ്. പിന്നെ യാക്കോബും 100 വെള്ളിക്കാശിന് അവിടെ നിന്ന് സ്ഥലം വിലയ്ക്ക് വാങ്ങി. ഇന്ന് ആളുകൾ പറയുന്നത് പോലെ കുടിയേറി പാർത്തവർ ആണെങ്കിലും അവർ വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാണ് അവർ പാർക്കുവാൻ കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. അപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ പോയ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു എന്ന് നമ്മൾ നിസ്സാരമായി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യാപ്തി വലുതാണെന്ന് ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇത് ഈ സേമിൻ്റെ പുത്രനെ ഒരു പേരാണ് കനാൻ. അതായത് നോഹയുടെ പൗത്രനായിട്ട് വരും. അവൻ്റെ പേരിലാണ് ഈ കനാൻ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുകയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ മക്കൾക്ക് പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് ഈ സ്ഥലം എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ദൈവം നമുക്ക് തന്നതായ ഈ പാഠത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപാദപീഠത്തിൽ അതിനെ സമർപ്പിക്കുന്നു. കർത്താവിനെ വാഴ്ത്തി തരുമാറാകട്ടെ. ആമേൻ.